Hi there, I'm your newest vlog friend. I'm Safa. ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാലേ നമ്മളെന്റെ താത്തക്ക് വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ. ഞാനും ഉമ്മച്ചാണെങ്കിൽ കുറച്ചേരായി പോലെ ഇവിടെ ഇങ്ങനെ കാത്ത് ഉമ്മച്ചിന്റെ വിചാരം ഇതിപ്പോ ഞാൻ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഞാൻ ചെടി ഉമ്മച്ചി സ്റ്റാച്ചുമാതിരി അങ്ങനെ ഞാൻ കുറച്ച് കളിയാക്കിയതിനോടാണോ അറിയില്ല. ഉമ്മച്ചിട്ടുണ്ടാണ് എന്റെ മുഖത്ത് നിറച്ചും കുട്ടിയാണ് പെയിന്റ് അടിച്ച മാതിരി ഉണ്ട്. ഏഷ്യൻ പെയിന്റ് ആണോ അല്ലെങ്കിൽ ബർഗർ പെയിന്റ് ആണോ ഏത് പെയിന്റ് ആണെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ കുറച്ചേരം കളി. പിന്നെ ഉമ്മച്ചിനോട് തെറ്റി ഉമ്മച്ചാട് പോയി. ആ കളി കഴിഞ്ഞപ്പോ നമ്മളെ ടീമായിട്ട് വന്ന് നമ്മൾ കാറിലാട്ട് കയറി എസിൽ അങ്ങോട്ട് ഇരുന്നപ്പോ എന്റെ പൊന്നെ എന്താ അതിന്റെ ഒരു കാറിക്കാട്ട് കയറിയപ്പോ തന്നെ എത്താ കാണുന്നു. ഓളാദ്യമായിട്ടിരുന്ന് അകാട്ടി വെച്ചിക്കണിന്റെ മക്കളെ. എന്നാണ് കണ്ടപ്പോ ചെറുവൻക്ക് വേണമല്ലോ ചോക്ലേറ്റ് കിട്ടാത്തതിന്റെ സങ്കടം മൊത്തം ഓന്റെ മൊത്തം നമ്മൾ കാണാം. ആയിട്ട് തീർത്തെടുക്കാൻ വേണ്ടി നമ്മളെന്തായാലും ഒരു ബേക്കറി കയറി എന്തായാലും ഓനക്കൊരു മുട്ടായി വാങ്ങി കൊടുത്തു. നഖം വെച്ചതിന്റെ എല്ലാ ഷോവും കാണാണ്ട് ഫോട്ടോയിലെ വീഡിയോയിലൊക്കെ മുഖം തിളങ്ങണമെന്നും പറഞ്ഞിട്ട് സ്ട്രോപ്പ് ക്രീം ഒക്കെ വാരി തേക്കുന്നു. അത് കഴിഞ്ഞോട് തിരിഞ്ഞോക്കിയപ്പോ ഉണ്ട് ഓളിന്റെ മടിയിൽ അങ്ങോട്ട് ഇരിക്കന്നെ സോഫയിൽ എന്ത് ഇരിക്കുന്ന മാതിരി ഓള് കിടന്ന് ഫോൺ മാറി. അങ്ങനെ എന്തായാലും നമ്മൾ ഫൈനലി നമ്മളിവിടെ ഷോറൂമിൽ എത്തിയിട്ട് എന്താ കാര്യം ഇറ്റിങ്ങൾ വരുന്നില്ല. ഇവിടെ പിന്നെ ക്യാമറ ഉണ്ട് അപ്പം ശരിക്കും 32 മല്ലും കാട്ടി. നമ്മളൊക്കെ കയറുന്നതിന് മുന്നേ ഓള് കയറിയിട്ട് ആദ്യം തന്നെ ബലൂണ് കോളനെ പിടിച്ചു ഓക്കറിയുടെ എല്ലാം ഇപ്പൊ ഒരു പ്രതിമാണെന്നില്ലേ. അങ്ങനെയുള്ള സെല്ലാം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എന്റെ കസിനും കൂടെ ഒരു ഫിച്ചൊക്കെ ലോകത്ത് ആർക്കും ഇല്ലാത്ത അഹങ്കാരമാണ് ഓക്കെ ആ കൈമിലൊരു നഖം വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമുക്ക് അവിടെ ഒരു കോഫിയൊക്കെ തന്നു. കോഫി ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഞാൻ ആസ്വദിച്ച് കുടിച്ചു. കാരണം ഞാനൊരു കോഫിയിലെ ഓളാണ്. പിന്നെ ആ ചേച്ചി വന്ന് എന്തൊക്കെ എഴുതി കുറിച്ച് ഓളാണ് ഒന്ന് നോക്കാണ്ട് അങ്ങോട്ട് സൈൻ ചെയ്തു. ക്യാമറ കണ്ട പിന്നെ 32 പല്ലും മാഷാല്ലാ ഓക്കെ എന്തായാലും ഉള്ള സാധനം കൈമാക്കി. ബൈക്കിന്റെ കൂടെ എന്തായാലും ഒക്കെ ഹെൽമെറ്റ് ഫ്രീ കിട്ടിയ പോലും അറിയാം ഹെൽമെറ്റിന്റെ കൂടെ എനിക്ക് ഓരോരു സാധനം കൂടി ഫ്രീ കിട്ടിക്കുന്നത്. എന്തായാലും ഞാൻ ഒരു മാറ്റില്ലെന്ന് പറഞ്ഞാൽ അവൻ കയ്യിലിട്ട് നടക്കട്ടു. സ്വന്തം പൈസയൊക്കെ വണ്ടി എടുത്തേക്കുന്നത് സ്വന്തമായിട്ട് ലൈസൻസ് ഉണ്ട്. വണ്ടി എന്താ കാര്യം വണ്ടി സ്റ്റാർട്ടാക്കാനും അറിയില്ല. വണ്ടി മുന്നിൽ എടുത്ത് ഉണ്ടാകും ഇപ്പൊ ശരിയാന്ന് വിചാരിച്ചു നമ്മള് കുറെ നേരം നിന്ന്. പക്ഷെ ഇപ്പൊ ഒന്ന് ശരിയാവാത്തതിനോട് തന്നെ കാക്ക വന്നിങ്ങാണ്ട് കാക്ക വണ്ടി മുന്നിൽ കിട്ടും. ആ നമ്പർ പ്ലേറ്റ് ഒന്ന് നോക്കിയേക്കണം നല്ലതാണ്. കാരണം ഈ സാധനം മുന്നിൽ കൂടെ പോകുന്ന ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് കിട്ടാൻ റൈറ്റിക്കൊക്കെ പോകണം. ടൈം കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അളിയൻ പറഞ്ഞു ഞാൻ ഓടിക്കാന്ന് പറഞ്ഞാൽ അളിയൻ അങ്ങോട്ട് വാങ്ങി. അപ്പൊ എന്തായാലും ഇന്ന് ഇത്ര ഉള്ളൂ. അപ്പൊ ശരി ബൈ.